എല്ലാവർക്കും നമസ്കാരം. ചില അനുഭവങ്ങൾക്ക് നമുക്ക് അവധി കൊടുക്കാൻ പറ്റില്ല അല്ലേ? പെട്ടെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ചിലത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതും ആകാംക്ഷാഭരിതമാക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് പെട്ടെന്ന് തന്നെ. നമ്മുടെ ആടിയ എണ്ണ എത്ര അത്ഭുതമാണ് എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ ഈ അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഗുരുവായൂരിലൂടെ സഞ്ചരിക്കുക കേട്ടോ. ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നമസ്കാരം സാർ. എൻ്റെ പേര് മീര. കൊട്ടാരക്കരയാണ് സ്ഥലം കേട്ടോ. ഞാൻ ത്രിമധുരം മിക്കപ്പോഴും കേൾക്കാറുണ്ട്. എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സാർ ഇത് എന്തായാലും വായിക്കണം. ഞാനൊരു എളിയ ഗുരുവായൂരപ്പ ഭക്തിയാണേ. കണ്ണൻ്റെ നാമങ്ങളൊക്കെ മുടക്കം വരാതെ ചൊല്ലാറുണ്ട്. ഈ ഇടയ്ക്ക് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അത് ഒരു പ്രിലിംസ് ആണ്. പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി ഈ ജോലി എനിക്ക് തരണേ കണ്ണ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പ്രിലിംസ് എക്സാമിന് തലേ ദിവസത്തിന് മുൻപുള്ള ദിവസം രാവിലെ വിളക്ക് വയ്ക്കുന്ന തട്ടം കഴുകാൻ കുനിഞ്ഞപ്പോൾ എൻ്റെ നടു ഒന്ന് മിന്നിട്ടോ. അങ്ങനെ എന്തോ ഒരു വേദന പോലെ തോന്നി. സാധാരണ എളുപ്പം മാറാറുള്ള വേദന അന്നേ ദിവസം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. എക്സാം ഉള്ളത് കൊണ്ട് അന്ന് തന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ വാങ്ങി അവിടെ വെച്ച് അപ്പോൾ തന്നെ ഡോക്ടർ ചൂടൊക്കെ തന്നുട്ടോ. എനിക്ക് കുറവുള്ളതായി തോന്നി. എന്നാൽ പിറ്റേന്ന് രാവിലെ വീണ്ടും വേദന. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. നാളെയാണ് എക്സാം, തിരുവനന്തപുരത്ത് വെച്ച്. ഞാൻ എങ്ങനെ പോകും? അങ്ങനെ വിഷമിച്ച് ഫോൺ എടുത്തപ്പോൾ അതാ ഗുരുവായൂർ ഡിവോട്ടീസിലെ അക്ഷിത ചേച്ചി ആടിയ എണ്ണയെ പറ്റി പറയുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തു, എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ഗുരുവായൂർക്ക് പോയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അവരെ വിളിച്ചിട്ടോ. പക്ഷെ അപ്പോഴേക്കും അവർ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അവർ വടക്കുന്നാഥനെ തൊഴുകയാണെന്ന് പറഞ്ഞു. ഞാനത് വിട്ടുകളഞ്ഞു. വൈകിട്ട് അവരെന്നെ തിരിച്ചു വിളിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഗുരുവായൂരിലേക്ക് തിരികെ വന്നുട്ടോ. എത്ര എണ്ണയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനായിരിക്കുമല്ലേ കണ്ണൻ എനിക്ക് ഈ വേദന തന്നത് എന്ന് ഞാൻ ചിന്തിച്ചുട്ടോ. എന്നാലും അതെൻ്റെ കയ്യിലെത്താൻ ഇനി ഒരു ദിവസം കൂടി പിടിക്കും. നാളെ രാവിലെ എക്സാമിന് പോകണം. അപ്പോൾ എന്ത് ചെയ്യും എന്നായി ചിന്ത. എന്തായാലും അവിടെയും കള്ളൻ എന്നെ കൈവിട്ടില്ല. ഹസ്ബൻഡിൻ്റെ സഹോദരി എൻ്റെ കൂടെ വന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായാലും എന്ന് പേടിച്ച്. പക്ഷേ ആ ബസ്സിലിരുന്നപ്പോൾ ഒരു വട്ടം പോലും എനിക്ക് നടുവേദനിക്കുകയോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തില്ല. എക്സാം നന്നായിട്ട് എഴുതാനും സാധിച്ചു. പക്ഷേ തിരികെ വീട്ടിലെത്തി എനിക്ക് വേദന വീണ്ടും പഴയതുപോലെ തന്നെയായിട്ടോ. അതിൻ്റെ പിറ്റേന്ന് രാവിലെ എണ്ണ എൻ്റെ കയ്യിൽ കിട്ടി. ഒപ്പം കണ്ണൻ്റെ പഞ്ചസാരയും കിട്ടിയിട്ടോ. ഞാൻ സന്തോഷത്തോടു കൂടി എണ്ണയും പുരട്ടി പഞ്ചസാരയും സേവിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് ഔഷധമല്ലല്ലോ, കണ്ണൻ്റെ സാന്നിധ്യമുള്ള ഒരു എണ്ണയല്ലേ, ഒന്ന് പുരട്ടുമ്പോൾ തന്നെ വേദനയൊക്കെ മാറുമെന്നായിരുന്നു. എന്നാൽ വേദന കുറയുന്നുണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അദ്ദേഹം അബുദാബിയിലാണ്. എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, നടുവിൻ്റെ വേദന മാറുന്നില്ല, ഡോക്ടറെ തന്നെ കാണണമെന്ന് തോന്നുന്നു. അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞു, നാളെ തന്നെ പോയി ഡോക്ടറെ കാണണം, ഇത് വെച്ചുകൊണ്ടിരിക്കണ്ട എന്ന്. അങ്ങനെ ഞാനും വീണ്ടും ഡോക്ടറെ കാണാമെന്നുള്ള തീരുമാനത്തിലെത്തി. വിഷമമായിട്ടോ എനിക്ക്. അപ്പോൾ കണ്ണന് ശക്തിയില്ലേ, എൻ്റെ പ്രാർത്ഥന ഒന്നും അപ്പോൾ കേൾക്കില്ലേ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് ഫോൺ എടുത്തപ്പോൾ ത്രിമധുരത്തിലെ ഒരു അനുഭവം വീണ്ടും. അതൊരു ചേച്ചിയുടെ അനുഭവമായിരുന്നു കേട്ടോ. തൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവിന് വന്ന സിസ്റ്റ് ആടിയ എണ്ണ പുരട്ടിയതിലൂടെ മാറിയ കഥയായിരുന്നു ഇത്. എൻ്റെ കൂടെ ഇരുന്ന് കേട്ട എൻ്റെ മോൾക്കും അതിശയായി. അമ്മ മനസ്സ് വിഷമിച്ചപ്പോൾ തന്നെ ഇത് കണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഭഗവാന്റെ എണ്ണ ഒരു ഔഷധമായി തന്നെ കണ്ട് ക്ഷമയോടെ പുരട്ടിയാൽ മാത്രമേ വേദന പൂർണ്ണമായും മാറുകയുള്ളൂ. അങ്ങനെ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, 3 ദിവസം അടുപ്പിച്ച് എൻ്റെ കണ്ണൻ്റെ എണ്ണ രാവിലെയും വൈകിട്ടും ഞാൻ പുരട്ടി. 3ാമത്തെ ദിവസം എൻ്റെ നടുവേദന മാറുമ്പോൾ ഞാൻ ഈ അനുഭവം ത്രിമധുരത്തിൽ പങ്കുവയ്ക്കുമെന്ന്. ആ ദിവസമാണ് ഇന്ന്. സാർ പറ്റുമെങ്കിൽ ഇത് ഇന്ന് തന്നെ വായിക്കണം. ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് കേട്ടോ, എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടല്ലേ ഓരോ തവണ എൻ്റെ മനസ്സ് വിഷമിക്കുമ്പോഴും ഓരോ അനുഭവത്തിലൂടെ കണ്ണൻ എൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഞാൻ ഈ എക്സാം പാസ്സായി ഈ ജോലിയിൽ കയറുകയും ചെയ്യും. അതുറപ്പായി ഞാൻ ത്രിമധുരത്തിലൂടെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു അനുഭവം എഴുതുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം. ഒരുപാട് നീണ്ടുപോയി എന്നറിയാം. എന്നാലും സാർ ഇത് വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ പറയേണ്ടതെന്നറിയില്ല. അത്രയും സുഖമുള്ള അനുഭവം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. നമ്മളൊക്കെ വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം നിർബന്ധമായിട്ടും കിട്ടിയിരിക്കും. അത് ഭഗവാന് തരാതിരിക്കാനാവില്ല. നമ്മുടെ മനസ്സ് അത്രയും ലളിതവും ശുദ്ധവുമായിരിക്കണം. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ ഗ്രൂപ്പിലെ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകുന്നുണ്ടല്ലോ, അറിയാമല്ലോ. ഹരേ കൃഷ്ണ.